Political Grand Finale, co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. നമസ്കാരം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യം മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുകയാണ്. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. 95 മണ്ഡലങ്ങളാണ് മൂന്നാം ഘട്ടത്തിൽ വിധി എഴുതുക. എന്തായാലും കൊണ്ടുപിടിച്ചുള്ള പ്രചാരണമാണ് മൂന്നാം ഘട്ടത്തിൽ വിധി എഴുതാൻ പോകുന്ന എല്ലായിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. എന്തായാലും ഇന്ന് കൊട്ടിക്കലാശവും പൂർണ്ണമായിരിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തിയ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ കൂട്ടലും കിഴിക്കലും തുടരുകയാണ്. പലരും എത്ര മണ്ഡലങ്ങൾ നിലനിർത്താനാകും, തിരിച്ചുപിടിക്കാനാകും തുടങ്ങിയ അവസാനവട്ട കണക്കുകൂട്ടലുകളിൽ തുടരുകയാണ്. നമ്മൾ ഇന്ന് പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ വോട്ട് പെട്ടിയിൽ പരിശോധിക്കുന്നത് 2 മണ്ഡലങ്ങളാണ്, ചാലക്കുടിയും മലപ്പുറവും. ആദ്യം നമുക്ക് ചാലക്കുടി മണ്ഡലത്തിന്റെ സാധ്യതകളിലേക്ക് നോക്കാം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ വോട്ട് പെട്ടിയിൽ എന്ത്? സ്വാഗതം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. വോട്ട് പെട്ടിയിൽ നമ്മൾ പരിശോധിക്കുന്നു ചാലക്കുടി മണ്ഡലം ആർക്ക്. ചാലക്കുടി മണ്ഡലം നമുക്കറിയാം, എറണാകുളം, തൃശൂർ ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ചാലക്കുടി മണ്ഡലം. 2009 മണ്ഡല പുനർനിർണയത്തിൽ മുകുന്ദപുരം ചാലക്കുടിയായപ്പോൾ UDF കോട്ട തകർന്നു. 2009 UDFും 2014 LDFും 2019 വീണ്ടും UDFും ആ മണ്ഡലത്തിൽ ജയിച്ചു. മണ്ഡലം നിലനിർത്താനാണ് ബെന്നി ബെഹനാൻ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. പാർട്ടിയുടെ ജനകീയ മുഖമായ C രവീന്ദ്രനാഥിനെ ഇറക്കി ശക്തമായ മത്സരം കാഴ്ചവെച്ച ഇടതുപക്ഷം മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന ശുഭപ്രതീക്ഷയിലുമാണ്. വോട്ട് വിഹിതം ഉയർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണൻ. എന്നാൽ എല്ലാ മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തിയ 2020 സ്ഥാനാർത്ഥി ചാർലി പോളിന്റെ സാന്നിധ്യമാണ് മണ്ഡലത്തിന്റെ ഫലം ഇക്കുറി പ്രവചനാതീതമാക്കുന്നത്. മണ്ഡലത്തിന്റെ ചിത്രം നമുക്ക് വിശദമായി പരിശോധിക്കാം. എറണാകുളം ജില്ലയിലെ ആലുവ, അങ്കമാലി, കുന്നത്തുനാട്, പെരുമ്പാവൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളും തൃശൂർ ജില്ലയിലെ ചാലക്കുടി, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലങ്ങളും ചേരുന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 മണ്ഡലങ്ങൾ UDFിനൊപ്പം നിന്നു. ചാലക്കുടി, പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ മണ്ഡലങ്ങളാണ് UDFിനൊപ്പം നിന്നത്. കയ്പമംഗലത്തും കൊടുങ്ങല്ലൂരിലും CPI സ്ഥാനാർത്ഥികളും കുന്നത്തുനാട്ടിൽ CPM സ്ഥാനാർത്ഥിയുമാണ് 2021 വിജയിച്ചത്. മുകുന്ദപുരമായിരുന്നപ്പോൾ 11 തവണ UDFിനെയും 2 തവണ ഇടത് സ്വതന്ത്രരെയും 2 തവണ ഇടത് സ്ഥാനാർത്ഥികളെയും 1 തവണ കേരള കോൺഗ്രസിനെയും ജയിപ്പിച്ച മണ്ഡലമാണ്. 2004 അവസാന മത്സരത്തിൽ ലോനപ്പൻ നമ്പാടനോട് പത്മജ വേണുഗോപാൽ തോറ്റു. ഏതാണ്ട് 1,17,097 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു ലോനപ്പൻ നമ്പാടന്റെ വിജയം. പത്മജയുടെ BJP പ്രവേശന സമയത്തൊക്കെ ഈ മത്സര ഫലം വലിയ രീതിയിൽ കേരളം വീണ്ടും ചർച്ച ചെയ്തത് കൂടിയാണ്. മണ്ഡലം ചാലക്കുടിയായപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 2009 UDF ആണ് ജയിച്ചത്. 2014 ഇന്നസെന്റ് ലൂലെ LDF മണ്ഡലം പിടിച്ചു. 2019 വീണ്ടും UDF ജയിച്ചു. മണ്ഡലത്തിലെ UDF ആധിപത്യം അവശേഷിക്കുന്നുണ്ടോ? LDF തിരിച്ചു പിടിക്കുമോ? ചാലക്കുടിയുടെ വോട്ട് പെട്ടിയിൽ എന്താണ് എന്ന് പരിശോധിക്കാം. നമുക്കൊപ്പം മാധ്യമപ്രവർത്തകൻ ജെബി പോൾ ചേരും. അതിനു മുൻപ് മണ്ഡലത്തിലെ റിപ്പോർട്ടിംഗ് നടത്തിയ ഡാനി പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാനി, മണ്ഡലം നിലനിർത്തുക എന്നതാണ് ബെന്നി ബെഹനാന്റെ ഉത്തരവാദിത്വം. നമുക്കറിയാം, കഴിഞ്ഞ തവണ അദ്ദേഹം പ്രചാരണ സമയത്ത് പരിക്കേറ്റൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നിട്ട് പോലും മിന്നും ജയമാണ് ബെന്നി ബെഹനാൻ അവിടെ നിന്ന് നേടിയത്. ഇത്തവണ മണ്ഡലം നിലനിർത്താൻ ബെന്നി ബെഹനാൻ ഇറങ്ങുമ്പോൾ ബെന്നി ബെഹനാന് വെല്ലുവിളി ഉയർത്തുന്ന എന്തെങ്കിലും ഘടകങ്ങൾ അവിടെയുണ്ടോ?
രേണുക, ഇത് മണ്ഡലത്തിൽ കാര്യമായ ഒരു വെല്ലുവിളി ഉയർത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തവണ ഒരു സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഇടതുമുന്നണി അത്തരമൊരു പുതിയൊരു ചിന്ത മുന്നോട്ട് വയ്ക്കുകയും പ്രൊഫസർ സി എൻ രവീന്ദ്രനാഥിനെ തന്നെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. പക്ഷേ ബെന്നി ബെഹനാൻ ഇത് മണ്ഡലം, അത് ചാലക്കുടി മണ്ഡലം, അത് മുകുന്ദപുരം പിന്നീട് ചാലക്കുടി ആകുമ്പോഴും അതിൻ്റെ ഒരു UDFന്റെ ഒരു തനത് സ്വഭാവത്തിൽ നിന്ന് ഇപ്പോഴും അത് മാറിയിട്ടില്ല. കാരണം മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം എടുക്കുമ്പോൾ 17 വർഷത്തിൻ്റെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 12 തവണയും UDFന് ഒപ്പം നിന്നൊരു മണ്ഡലമാണ് മുകുന്ദപുരവും ചാലക്കുടിയും എല്ലാം തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ കണക്കുകളെല്ലാം ബെന്നി ബെഹനാന് അനുകൂലം തന്നെയാണ് എന്നൊരു കാര്യമുണ്ട്. ഒപ്പം തന്നെയും മറ്റൊന്ന്, അവിടേക്ക് 2009 ചാലക്കുടിയിലെ ചാലക്കുടി മണ്ഡലം എന്ന പേരിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടേക്ക് എത്തിയ KP ധനപാലന് ഏതാണ്ട് 71,000-ൽ പരം വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നു. പിന്നീട് നടന്ന മത്സരത്തിൽ ഇന്നസെന്റ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വിജയിക്കുമ്പോൾ അവിടെ 13,000 വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പിന്നീട് അവിടേക്ക് ബെന്നി ബെഹനാൻ കഴിഞ്ഞ ടൈമിലേക്ക് അവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹം ജയിച്ചത് 1,32,000 വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷത്തിലാണ്, വലിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ച് കയറുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവം വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ബെന്നി ബെഹനാന് ഒരു വെല്ലുവിളി ഉയർത്തുന്നെങ്കിൽ ഈ രീതിയിൽ ഒരു വലിയ ക്യാൻഡിഡേറ്റിനെ തന്നെ അവിടെ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു വെല്ലുവിളി ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അതിന് ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അവരുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായി വലിയ രീതിയിൽ അവിടെ ഒരു നല്ല ക്യാമ്പയിൻ നടന്നിട്ടുണ്ടെന്ന് അവർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അത് ദേശീയ രാഷ്ട്രീയ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലൂന്നിയുള്ളതാണെങ്കിലും നല്ല രീതിയിലുള്ള ചിട്ടയായ ഒരു പ്രചാരണ പരിപാടികളിലൂടെ തങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന കാര്യങ്ങൾ വോട്ടർമാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇടതുമുന്നണി കരുതുന്നു. അത് നിലവിലെ MP-ക്ക് അത് വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ വികസന പദ്ധതികൾ, ബെന്നി ബെഹനാൻ അവതരിപ്പിച്ച പദ്ധതികൾ, അത് വലിയ രീതിയിലേക്ക് സാധാരണക്കാരിലേക്ക് എത്തിയിട്ടില്ല എന്നൊരു വലിയ വിമർശനം ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഹൈമാസ് ലൈറ്റുകളുടെ പ്രഭയൊന്നും സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്നതല്ല ഇതൊന്നുമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. നെടുമ്പാശ്ശേരി പോലുള്ള വലിയ ഭൂമിക അവിടെയുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു വികസന സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന് തക്കതായ ഒരു പദ്ധതികളിലേക്ക് കൊണ്ടുവരാൻ, മണ്ഡലത്തിനെ കൈപിടിച്ച് കൊണ്ടുപോകാൻ ബെന്നി ബെഹനാനെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇടതുമുന്നണി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം രാഷ്ട്രീയപരമായി ഉയർത്തിക്കൊണ്ടുവന്ന ബെന്നി ബെഹനാന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളികൾ കൊണ്ടുവരാനായിട്ട് ഇടതുമുന്നണി ആത്മാർത്ഥമായിട്ട് തന്നെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് അവരുടെ ക്യാമ്പയിൻ രീതികളെല്ലാം തന്നെ കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. മണ്ഡലത്തിന്റെ ചരിത്രവും അതിന്റെ പൊതു സ്വഭാവവും നമ്മൾ മറന്നു പോകരുത്. UDFനൊപ്പം തന്നെ നിന്നൊരു മണ്ഡലം, UDFനൊപ്പം തന്നെ നിൽക്കുന്ന മണ്ഡലമാണ് ഡാനി സൂചിപ്പിച്ചതുപോലെ. പക്ഷേ സി രവീന്ദ്രനാഥ് എന്ന ജനകീയനായ മുഖം അവിടെ ഇടതുപക്ഷം അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രതീക്ഷകൾ അവരെ സംബന്ധിച്ചുണ്ട്. ആ നിലയിൽ ഒരു വെല്ലുവിളി ഉയർത്താൻ ഇത്തവണ ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഡാനി, 2020 ആണ് ഇത്തവണത്തെ ചാലക്കുടിയുടെ സർപ്രൈസ്. അവർ ചാർലി പോളിനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി 2020 പിടിക്കുന്ന വോട്ട് നഷ്ടമുണ്ടാക്കുന്നത് ആർക്കാണ്? അത് അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കും? എന്ത് അട്ടിമറി അതിലൂടെ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ചാലക്കുടിയുടെ റിസൾട്ടിനെ പ്രവചനാതീതമാക്കുന്നതും 2020യുടെ സ്വാന്നിധ്യമാണ്. നമുക്കറിയാം, AAP സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ AAPയും അത്തവണ BJPയും പിടിച്ച വോട്ട് വലിയ രീതിയിൽ ആ മണ്ഡലത്തെ സ്വാധീനിച്ചതാണ്. അപ്പോൾ വിജയത്തെ പോലും നിർണ്ണയിക്കുന്ന ഘടകമായി 2020 മാറുന്നൊരു സാഹചര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. 2020യുടെ സാന്നിധ്യം ഇടത് അവർക്ക് അനുകൂലമെന്ന് പറയുന്നു. എങ്ങനെയായിരിക്കും അത് മണ്ഡലത്തിൽ പ്രതിഫലിക്കുക? വലിയ രീതിയിൽ ഒരു വോട്ട് സമാഹരിക്കാനുള്ള ശക്തി 2020യുടെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഡാനി, രേണുക, ഇതിൽ കുന്നത്ത് നാടാണ് ഈ 2020യുടെ ഒരു ശക്തി കേന്ദ്രം എന്നെല്ലാം അവർ വിശ്വസിക്കുകയും പറയുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. കുന്നത്ത് നാട് നിയോജക മണ്ഡലം ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ അവിടെ CPM സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണ ജയിച്ചത്, PV ശ്രീനിജനാണ് MLA. എങ്കിൽ കൂടിയും ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ 2020ക്ക് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിരുന്നു. 41,000-ലധികം വോട്ട് അവർക്ക് അവിടെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
അതൊരു ചെറിയ ഒരു വോട്ട് സംഖ്യയൊന്നുമല്ല. അത് ഇത്തവണ ഇതാദ്യമായിട്ട് 2020 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണ്. എറണാകുളത്തും ചാലക്കുടിയിലുമാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഈ ചാലക്കുടി മണ്ഡലത്തിന്റെ ഭാഗമാണ് കുന്നത്തുനാട് എന്ന് പറയുന്നത്. കുന്നത്തുനാടിനെ പുറത്തേക്ക് 2020 എത്തിക്കാനായിട്ട് വലിയ രീതിയിലുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ അസംബ്ലി മണ്ഡലങ്ങളിൽ വലിയ 7 മണ്ഡലങ്ങളിൽ അവർ മത്സരിക്കുകയും എല്ലാം ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് 2020 ചാലക്കുടിയിൽ ലോക്സഭാ മണ്ഡലത്തിലും ശക്തി തെളിയിക്കാനുള്ള ഒരവസരത്തിലേക്കാണ് കരുതിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ചാർലി പോൾ അവരുടെ സ്ഥാനാർത്ഥിയാവുന്നു. ചാർലി പോൾ 2020 സ്ഥാനാർത്ഥിക്കുന്നതിനപ്പുറം വ്യക്തിപരമായ അദ്ദേഹത്തിന് വിപുലമായ ബന്ധങ്ങളെല്ലാം തന്നെ മണ്ഡലത്തിലുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ടും എല്ലാം തന്നെ അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ മണ്ഡലത്തിൽ സ്വാധീനമുള്ള ഒരാൾ തന്നെയാണ് ചാലക്കുടിയിൽ 2020യുടെ സ്ഥാനാർത്ഥിയായി വർത്തിക്കുന്നത്. ഇത് ആരുടെ വോട്ടാണ് ചോരുന്നത്, ആരുടെ വോട്ടായിരിക്കും ഇവർ വാങ്ങിക്കുന്നത് എന്നതാണ് കൂടുതലായും ചർച്ച ചെയ്യപ്പെടുന്നത്. അവരുടെ വോട്ട് ശക്തി കേന്ദ്രങ്ങൾക്ക് അപ്പുറത്തേക്ക് വലിയ രീതിയിൽ വോട്ടിനെ ചേർത്ത് നിർത്താൻ, പ്രത്യേകിച്ച് യുവജന വിഭാഗങ്ങളെ അടക്കം ഇവരിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. തങ്ങൾ വളരെ നിഷ്പക്ഷമായ സംശുദ്ധമായ ഒരു രാഷ്ട്രീയം അത് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് 2020 വരുന്നത്. ഇത് മുന്നണികൾക്കപ്പുറമായ ചിന്തകൾ വേണം, വികസന ചിന്തകൾ വേണമെന്ന കാഴ്ചപ്പാട് അവർ പറയുകയും എല്ലാം തന്നെ ചെയ്യുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ രീതിയിൽ അവർക്ക് വോട്ട് പിടിക്കുവാനായിട്ട് സാധിച്ചിരുന്നു. അതിന്റെ ഒരു തുടർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാണുമെന്നാണ് പ്രതീക്ഷ. അതിന്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം 2020യെ സംബന്ധിച്ച് ഉണ്ട്. നമുക്കറിയാം 2015 തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ അവർ ക്രമാനുഗതമായി അവരുടെ ശക്തി കൂട്ടിവരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ്. ലോക്സഭയിൽ അവർ ആ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ JB പോൾ കൂടി ചേരുകയാണ്. ചാലക്കുടിയെ അടുത്തറിയുന്ന വ്യക്തി കൂടിയാണ് JB. ശ്രീ JB, ഇവിടെ പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളിലേതും എന്നതുപോലെ തന്നെ ചാലക്കുടിയിലും. 2019 76%, 2019 80%. അത് ഇക്കുറി കുറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പോലും കുന്നത്തുനാട് 78.63% വോട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന ആ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം കുന്നത്തുനാടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2020 എങ്ങനെ പ്രതിഫലിക്കും എന്നതിൻ്റെ ആമുഖമാണ് അവിടെ ഡാനി നൽകിയത്. നമുക്കറിയാം കഴിഞ്ഞ തവണ 2020 ഭീഷണിയായിരുന്നു. ബെന്നി ബെഹനാനുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം 2019 അവിടെ വിജയിച്ചു കയറുന്നത്. ഇടതുപക്ഷവുമായും 2020ക്ക് പ്രശ്നങ്ങളുണ്ട്. അത് പലകുറി ചർച്ചയായതാണ്, പലതരത്തിൽ പ്രതിഫലിക്കുന്നതുമാണ്. 2020 പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും എന്നതാണ് താങ്കൾ മനസ്സിലാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മറ്റുള്ള തെരഞ്ഞെടുപ്പുകളെ പോലെയല്ല, മറ്റൊരു സെനാരിയോയാണ്. വോട്ടിംഗ് പാറ്റേണും അതൊക്കെയാണ്. എങ്ങനെയായിരിക്കും അത് പ്രതിഫലിക്കുക? രേണുക, 2020യുടെ ജന്മനാടാണ് ചാലക്കുടി മണ്ഡലം. അത് കുന്നത്തുനാട്ടിൽ കിഴക്കമ്പലം കേന്ദ്രീകരിച്ചാണ് 2020യുടെ ജന്മം. അതുകൊണ്ട് തന്നെ നിർണായകമാണ് ചാലക്കുടി മണ്ഡലത്തിൽ 2020യുടെ സാന്നിധ്യം. കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ചാലക്കുടിയെ വ്യത്യസ്തമാക്കുന്നതും ഈ 2020യുടെ സാന്നിധ്യമാണ്. ഇപ്പോൾ 2020 ആർക്ക് അനുകൂലമാകും, ആർക്ക് പ്രതികൂലമാകും എന്ന് സംബന്ധിച്ച് വോട്ടർമാരുടെ ഇടയിൽ ശക്തമായ ചർച്ചകൾ, അടക്കം പറച്ചിലുകൾ നടക്കുന്നുണ്ട്. ആർക്ക് UDFന് അനുകൂലമാകുമെന്ന് പറയുന്നു, അത് LDFക്ക് വോട്ട് ഗുണം ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഒരു വാദം ഇക്കാര്യത്തിലുണ്ട്. 2-3 വസ്തുതകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാകും. ഇത്തവണ ചാലക്കുടിയിൽ പോളിംഗ് ശതമാനം ഏതാണ്ട് 9% കഴിഞ്ഞ തവണത്തേക്കാൾ കുറവായിരുന്നു. സാമാന്യ രീതിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് LDFന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് സാമാന്യ വർത്തമാനം. പക്ഷേ ഇക്കുറി അത് എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്ത് പോകുന്നത്? വോട്ടുകൾ 4 ഡിവൈഡ് ചെയ്ത് പോകും. പ്രധാനമായിട്ടും 4 ഡിവൈഡ് ചെയ്യുന്നു: LDF, UDF, BJP, 2020. അപ്പോൾ ഇത് എങ്ങനെ തിരിയും എന്നുള്ള കാര്യത്തിൽ ശരിക്കും അണികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ട്. അത് ബെന്നി ബെഹനാന് ദോഷം ചെയ്യും, കൂടുതൽ വോട്ട് UDFൻ്റെയാണ് എന്നൊരു വാദം. അങ്ങനെ വന്നാൽ അത് ബെന്നിക്ക് ദോഷം ചെയ്യുമെന്ന് പറയുന്നു. അതല്ല, എല്ലാ വിഭാഗത്തിൽ നിന്നും 2020ക്ക് വോട്ട് പോകുന്നതിനാൽ അങ്ങനെ അങ്ങ് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്ന് എതിർവാദം. അപ്പോൾ ഇത് അവസാനത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നത് വോട്ടെണ്ണൽ ദിവസം തന്നെയായിരിക്കും. എങ്കിൽ പോലും ചില കണക്കുകളിൽ ഒരു ശ്രദ്ധിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2020യുടെ വോട്ടുകൾ എന്ന് പറയുന്നത് കൂടുതലും ക്രൈസ്തവ, ഹൈന്ദവ വിഭാഗങ്ങളിലുള്ള ആളുകളുടെ വോട്ടുകളാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ക്രൈസ്തവ ഹൈന്ദവ വിഭാഗങ്ങളിലെ വോട്ടുകൾ മൂന്നായിട്ട് തിരിഞ്ഞു പോകുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ഒരിടത്ത് ധ്രുവീകരിക്കപ്പെട്ടാൽ അതിൻ്റെ ഗുണം UDF-നായിരിക്കും എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. അത് ശ്രദ്ധിച്ചാലും മനസ്സിലാകും. കഴിഞ്ഞ തവണത്തെ ഒരു പോളിംഗ് ശതമാനവും ബെന്നി ബെഹനാനിൽ ലഭിച്ചിട്ടുള്ള വോട്ടും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുസ്ലിം സമുദായം ഈ കഴിഞ്ഞ തവണ 2019 ബെന്നി UDF-നൊപ്പമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. 2014 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഒരു ചോദ്യമല്ലേ, അങ്ങനെ ഒരു കൺസോളിഡേഷൻ ഇത്തവണ ഉണ്ടാകുമോ? ആ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രചാരണം സംസ്ഥാനത്തുടനീളം. അത് ചാലക്കുടിയിലും പ്രതിഫലിക്കാതെ ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു കൺസോളിഡേഷൻ ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം സംസ്ഥാനത്തൊട്ടുക്കും ഇത്തരത്തിലുള്ള ഒരു കൺസോളിഡേഷൻ ധ്രുവീകരണം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ചും മുസ്ലിം സമുദായം പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ അത് ഐക്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് അവരുടേത്. അതെക്കാലത്തും അങ്ങനെ തന്നെയാണ്. 2014 ഇലക്ഷൻ നോക്കിയാലും 2019 ഇലക്ഷൻ നോക്കിയാലും ഇക്കുറി നടന്ന ഇലക്ഷനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. ബി ജെ പിക്ക് ബദലായിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ കോൺഗ്രസ് ആണ് ഓപ്പോസിഷൻ എന്നുള്ളൊരു വിശ്വാസം, അവർക്ക് അത് പ്രചോദിക്കാൻ കഴിയൂ എന്നൊരു വിശ്വാസം കൊണ്ടായിരിക്കണം അത് ഒരു ആശങ്കയുടെ മേൽ ഉള്ള ഒരു തീരുമാനമായിട്ടായിരിക്കണം തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ധ്രുവീകരണത്തിനുള്ള സാധ്യത. പക്ഷേ 2020 ഒരു ജനനവും അതിൻ്റെ വികസനവും അതിൻ്റെ വ്യാപനവും നോക്കിക്കഴിഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ കുറവാണ്. കൂടുതലും ക്രിസ്ത്യൻ സമുദായങ്ങളാണ് അതിനകത്ത് കൂടുതലായിട്ടുള്ളത്. പ്രത്യേകിച്ച് ചാലക്കുടി മണ്ഡലത്തിൽ കുന്നത്തുനാട്, പെരുമ്പാവൂർ മണ്ഡലങ്ങളിലാണ് 2020 ബഹുഭൂരിപക്ഷം പ്രവർത്തകർ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതില്ലാത്ത ബാക്കി വരുന്ന 5 മണ്ഡലങ്ങളിൽ ഒരു 2020 കാര്യമായ ഒരു പ്രകടനം നടത്താൻ കഴിയുമോ എന്നുള്ളതും ഉറ്റുനോക്കുന്നുണ്ട്. 2020 പ്രവർത്തകർ പറയുന്ന അവർക്ക് 2 ലക്ഷത്തിന് മേൽ വോട്ട് കിട്ടുമെന്നാണ്. അതിൽ കുന്നത്തുനാട്ടിലെ ഒരു 70,000 വോട്ട് പ്ലസ് കിട്ടും. അതുപോലെ പെരുമ്പാവൂരിൽ 30,000-ത്തിന് മേലെ വോട്ട് കിട്ടും. അങ്കമാലിയിൽ ഒരു 15,000 വോട്ട്, ആലുവയിൽ ഒരു 10,000 വോട്ട്, തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഒരു 5,000 പ്ലസ് വോട്ടുകൾ കിട്ടുമെന്നാണ് അവരുടെ പ്രതീക്ഷ. അങ്ങനെ വന്നാൽ പോലും ഒരു 1.5 ലക്ഷം വോട്ടുകളെ വരുള്ളൂ. അപ്പോൾ BJP വോട്ടുകളിൽ ഒരു ഗണ്യമായ മാറ്റം അവർ 2020 പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തവണ ചാലക്കുടിയിൽ നിൽക്കുന്നത് BJPയുടെ കാൻഡിഡേറ്റ് അല്ല, താമര ചിഹ്നത്തിലല്ല, പകരം BDJS-ന്റെ സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണനാണ്. അങ്ങനെ വരുമ്പോൾ താമര ചിഹ്നത്തിൽ കുത്താനായിട്ട് വോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ പലരും 2020 മറിച്ച് വോട്ട് ചെയ്തേക്കാം എന്നൊരു പ്രതീക്ഷയാണ് അവരുടെ മേലുള്ളത്. അങ്ങനെ ഒരു 50,000 വോട്ടാണ് BJP മുന്നണിയിൽ നിന്നും 2020 വരാനായിട്ട് സാധ്യത കൽപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ 2 ലക്ഷം വോട്ടുകൾ. അങ്ങനെ വന്നാൽ തന്നെയും മുസ്ലിം വോട്ടുകളിലെ ഒരു വമ്പിച്ച ഒരു ധ്രുവീകരണം UDF-ന് ഗുണം ചെയ്യും എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അങ്ങനെ വന്നാൽ ഒരു ചെറിയ മാർജിനിൽ, അതായത് ഒരു 20,000 പ്ലസ് മാർജിനിൽ ബെന്നി ബെഹനാന് സാധ്യതയുണ്ടെന്ന് പറയുന്ന ആളുകളും മണ്ഡലത്തിലുണ്ട്. എന്നാൽ നല്ലൊരു കരുത്തനായ സ്ഥാനാർത്ഥിയാണ് രവീന്ദ്രനാഥ്. വളരെ നല്ല ഇമേജ് ഉള്ളയാളാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് കയ്പമംഗലം, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ LDF-ന്റെ ഒരു കോട്ടയാണ്. അവിടെ ഒരു വലിയൊരു ഭൂരിപക്ഷം രവീന്ദ്രനാഥിന് ലഭിക്കുകയും ഈ UDF-ന്റെ കുറേ വോട്ടുകൾ, നല്ലൊരു ശതമാനം വോട്ടുകൾ 2020 മറിയുകയും ചെയ്തു കഴിഞ്ഞാൽ രവീന്ദ്രനാഥിന് ഒരു നല്ല ഭൂരിപക്ഷത്തിൽ പ്രത്യേകിച്ച് ഒരു 30,000 വോട്ടിന് മേൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് LDF ക്യാമ്പും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ 2014 ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യവുമായി കൂട്ടിയോജിപ്പിച്ച് നോക്കിയാൽ അന്ന് AAP പിടിച്ചത് 35,189 വോട്ടാണ്. അത് വളരെ നിർണായകമായ ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എന്ന് നമുക്ക് കാണാം. ഗോപാലകൃഷ്ണനായിരുന്നു BJP സ്ഥാനാർത്ഥി. ഏതാണ്ട് 92,000 ചിൽവാന വോട്ട് BJPയും പിടിച്ചു. അത് ആ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. 13,000 ചിൽവാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇന്നസെന്റ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ ഈ 2020 പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകുന്നത് 2014 തട്ടിച്ചു നോക്കുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകും എന്നതാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. 2014 ഇലക്ഷനിൽ മറ്റ് 2 കാൻഡിഡേറ്റ്സ് കൂടി ഉണ്ടായിരുന്നു. അത് ഒന്ന് SDPI ആയിരുന്നു, രണ്ടാമത്തേത് വെൽഫെയർ പാർട്ടി ആയിരുന്നു. ഇവർ രണ്ടും കൂടി ഏതാണ്ട് 30,000 വോട്ടിന് അടുത്ത് പിടിച്ചിരുന്നു. അതൊരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. AAP ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ഒരു 35,000 വോട്ട് പിടിച്ചപ്പോൾ ഏതാണ്ട് 30,000 വോട്ടിനടുത്ത്
ഈ പറയുന്ന SDPIയും വെൽഫെയർ പാർട്ടിയും കൂടി പിടിച്ചു. ഈ വോട്ട് ആ ഇലക്ഷനിൽ UDFന് വലിയ ദോഷം ചെയ്തു. മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടാണ് ഈ പറയുന്ന 30,000 വോട്ട്. അത്രയും വോട്ട് പോവുകയും AAPയുടെ വോട്ട് മാറുകയും പിന്നെ ഇന്നസെന്റ് പോലുള്ള ഒരു സെലിബ്രിറ്റി മത്സരിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു അപ്പർ ഹാൻഡ് തീർച്ചയായിട്ടും അവിടെ ഇന്നസെന്റിന്റെ വിജയത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഈ മുസ്ലിം വിഭാഗത്തിലെ ഈ സ്ഥാനാർത്ഥികൾ ഇപ്പോഴും ഇല്ല. ഈ പറയുന്ന SDPIയുടെയും മറ്റ് സ്ഥാനാർത്ഥികൾ സജീവമായിരുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ ഈ വോട്ട് ബെന്നി ബെഹനാന് വരാനും സാധ്യതയുണ്ട്. തീർച്ചയായും അവർ ബെന്നി ബെഹന UDFന് പിന്തുണ പ്രഖ്യാപിച്ച് പരസ്യമായി രംഗത്ത് വന്ന സാഹചര്യം നമ്മൾ കണ്ടതുമാണല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡാനി തുടരുന്നുണ്ട്. ഡാനി, ഇപ്പോൾ രണ്ടു പേർക്കും അനുകൂലമായി വരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെ എന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. 2014 ആവർത്തനമാണ് ഉണ്ടാകുന്നതെങ്കിൽ 2020യുടെ സാന്നിധ്യം ആ നിലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിന് ഗുണകരമാകും. അത് തന്നെയാണോ ഇടത് ക്യാമ്പിന്റെയും പ്രതീക്ഷ? പ്രത്യേകിച്ച് സി രവീന്ദ്രനാഥിനെ പോലെ ഒരു സ്ഥാനാർത്ഥി വരുന്നു, അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വലിയ രീതിയിൽ ഗുണം ചെയ്യും, അദ്ദേഹത്തിന്റെ ജനകീയ മുഖം, സാധാരണക്കാരിൽ ഒരുവനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിത ശൈലി ഒക്കെ തന്നെ ഗുണകരമാകുമെന്ന പ്രതീക്ഷയുണ്ട്. മറുവശത്ത് ഈ വികസനം എന്ന് പറയുമ്പോൾ തന്നെ ബെന്നി ബെഹനാൻ സാധാരണക്കാർക്കൊപ്പം ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ എല്ലാം പൂർണ്ണമായ പിന്തുണ ഇക്കുറി അദ്ദേഹത്തിന് ഉറപ്പിക്കാനാകുമോ എന്ന കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട്. സ്വാഭാവികമായും അദ്ദേഹം MP ആയിരുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായ ഒരു വികാരം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ആ സാഹചര്യത്തിൽ വോട്ടെണ്ണൽ വരെ പ്രതീക്ഷിക്കാനുള്ള വക ചാലക്കുടിയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിനുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? രേണുക, ചാലക്കുടി നിയോജക മണ്ഡലം അത് വലിയ രീതിയിലൊന്നും ഇടതുമുന്നണിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇടതുമുന്നണിക്കൊപ്പം വളരെ ചുരുങ്ങിയ കാലയളവിൽ മാത്രമേ അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങളിൽ തന്നെ ഒപ്പം നിന്നിട്ടുള്ളൂ. അതിൽ ഇക്കുറിയും അങ്ങനെ ഒരു പഴയ ചിത്രം ആവർത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്ക് ഈ അവസാന സമയത്ത് വോട്ടെല്ലാം തന്നെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ കൂടിയും ആ ഒരു പ്രതീക്ഷ ഈ ഒരു കുറഞ്ഞ പോളിംഗ് ശതമാനത്തിലും അവർ വെച്ചു പുലർത്തുന്നുണ്ട്. ഇത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് പറയുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് സ്ഥാനാർത്ഥി തന്നെയാണ്. പ്രൊഫസർ സി രവീന്ദ്രനാഥ്, അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. രാഷ്ട്രീയത്തിന് അപ്പുറം തന്റെ മേഖലകളിലെല്ലാം തന്നെ അദ്ദേഹത്തിന് ആ കഴിവ് തെളിയിച്ച ഒരാൾ കൂടിയാണ്. മണ്ഡലത്തിൽ വിപുലമായ രീതിയിലുള്ള ഒരു സ്വാധീനവും ബന്ധങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തിനുണ്ട്. മന്ത്രിയായിരുന്ന കാലത്തും അദ്ദേഹത്തിന് വീഴ്ചകളൊന്നും വരാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു പൊതു വിലയിരുത്തൽ എല്ലാം തന്നെയുണ്ട്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് ആദ്യം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ഒരു വിമുഖത പ്രകടിപ്പിച്ച് മാറി നിന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വന്നപ്പോൾ വളരെ സജീവമായിട്ട് തന്നെ മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും അദ്ദേഹം ചെന്നെത്തുകയായിരുന്നു. അത് വലിയ രീതിയിൽ വോട്ടർമാരിലേക്കെല്ലാം തന്നെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇടതുമുന്നണി പൊതുവിൽ വിലയിരുത്തുന്നതും ആശ്വാസം കൊള്ളുന്നതും എല്ലാം തന്നെ. ശരി, എന്തായാലും ഇടതുമുന്നണിയുടെ പ്രതീക്ഷ അത് തന്നെയാണ്. ശ്രീ JB നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ JB, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ നിർണായകമാണ്. ക്രിസ്ത്യൻ വോട്ട്, പ്രത്യേകിച്ച് യാക്കോബായ വിഭാഗത്തിന്റെ വോട്ട്, അത് ആർക്ക് അനുകൂലമാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. ബെന്നി ബെഹനാൻ UDF ക്യാമ്പിനെ സംബന്ധിച്ച് അത് വലിയ പ്രതീക്ഷയാണ്. ചർച്ച് ബിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് ഇടതുപക്ഷവും അവർക്ക് അത് അനുകൂലമാക്കും എന്ന ഒരു സാഹചര്യം. യാക്കോബായ വിഭാഗത്തിന്റെ വോട്ട് നിർണായകമായതുകൊണ്ട് തന്നെ അവർക്കായിരിക്കും അനുകൂലം എന്ന് പറയുന്ന സാഹചര്യവുമുണ്ട്. അങ്ങനെയുള്ള സെനാരിയോ കൂടി നോക്കിയാൽ എങ്ങനെയാണ് പ്രതീക്ഷകൾ? വോട്ട് പെട്ടി ആർക്ക് അനുകൂലമാകും എന്നാണ് നമ്മൾ കരുതേണ്ടത്? രേണുക, ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന് നിർണായക സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് പെരുമ്പാവൂര്, കുന്നത്തുനാട് മണ്ഡലങ്ങളിൽ യാക്കോബായ സഭയ്ക്ക് അങ്കമാലി മണ്ഡലങ്ങളിൽ നിർണായകമായ വോട്ടുണ്ട്. അപ്പോൾ ഈ ഇലക്ഷൻ സമയം വന്നപ്പോഴേ, ഇലക്ഷൻ്റെ ഒരു ഇലക്ഷനോട് അടുത്ത് യാക്കോബായ സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്ത ഒരു കൽപ്പന, ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയുണ്ടായി. അതിനകത്ത് പറഞ്ഞത് സഹായിച്ചവരെ സഹായിക്കണം, അത് വിശ്വാസികളൊക്കെ അക്കാര്യം ചെയ്തുകൊള്ളും എന്നുള്ള രീതിയിൽ
സഹായിച്ച വിഭാഗത്തെ സഹായിക്കണം എന്നുള്ള ഒരു ആഹ്വാനം നൽകുകയുണ്ടായി. ഇത് രണ്ടു കൂട്ടരും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും അത് LDFന് അനുകൂലമായ ഒരു ആഹ്വാനം എന്നുള്ള നിലയിലാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ചർച്ച് ബില്ല് വരാൻ പ്രതീക്ഷയോടെ ഇരിക്കുന്നു, ഏത് സമയത്തും വരാമെന്നുള്ളതാണ് യാക്കോബായ സഭയുടെ പ്രതീക്ഷ. അങ്ങനെ LDF സർക്കാർ ചർച്ച് ബില്ല് കൊണ്ടുവന്നാൽ നൂറ്റാണ്ടുകൾ പിന്നിട്ട സഭാതർക്കത്തിന് ഒരു അന്തിമ വിരാമമാകുമെന്നും അവർ കരുതുന്നു. അങ്ങനെ വരുമ്പോൾ LDF സ്ഥാനാർത്ഥിയുടെ വിജയമാണ് അവർ ആഗ്രഹിക്കുന്നത്. LDF സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹത്തിനും അവരുടെ സമ്മർദ്ദത്തിനും നല്ലൊരു ആക്കം കൂടും എന്നുള്ളതാണ് അവരുടെ ചിന്ത. അങ്ങനെ വരുമ്പോൾ കുന്നത്തുനാട്ടിൽ ഒരു 2020 മിക്കവാറും യാക്കോബായ വോട്ടുകൾ UDFന്റെ വോട്ടുകളാണ്. അത് 2020 പോയാലും ഇപ്പോൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ അത്രയങ്ങ് വിമുഖത കാണിക്കുന്ന തീവ്രമായ ആളുകൾക്ക് ഒരു 2020 സ്വിച്ച് ഓവർ ചെയ്യാനായിട്ടുള്ള മാറ്റി വോട്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെ വന്നാൽ പോലും ബെന്നി ബെഹനാന്റെ ഭൂരിപക്ഷത്തെയായിരിക്കും അത് ബാധിക്കുക. പെരുമ്പാവൂരിൽ അവർ 30,000 വോട്ട് 2020 പിടിക്കുമ്പോൾ അതിലൊരു 70-80% UDFന്റെ വോട്ടുകളായിരിക്കും. കുന്നത്തുനാട്ടിൽ ഇതുപോലെ തന്നെ വരുന്ന ഒരു 70,000 വോട്ട് അവർ പിടിക്കുമെന്ന് പറയുന്നു. അതിലും നല്ലൊരു ശതമാനം ബഹുഭൂരിപക്ഷം വോട്ടുകൾ UDFന്റെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് ശ്രീ രവീന്ദ്രനാഥിനായിരിക്കും. അദ്ദേഹത്തിൻ്റെ വിജയത്തിനുള്ള ഒരു സാധ്യത അത്തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ മുസ്ലിം വോട്ടുകളിലുള്ള ധ്രുവീകരണം എത്രത്തോളം സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ കൺസോളിഡേഷൻ എത്രമാത്രം സംഭവിച്ചിട്ടുണ്ട് എന്നതിനെ കൂടി ആശ്രയിച്ചായിരിക്കും ക്രിസ്ത്യൻ സഭയുടെ വോട്ട് LDFന് അനുകൂലമായി ഗുണപ്രദമായി മാറുക. ചാലക്കുടിയിൽ ചാർലി പോളിൻ്റെ നാടാണ് മലയാറ്റൂർ നീലീശ്വരം പ്രദേശം. സീറോ മലബാർ സഭാംഗമാണ് ചാർലി പോൾ 2020 സ്ഥാനാർത്ഥി. അങ്ങനെ വരുമ്പോൾ അവിടെയും ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ചാർലി പോൾ അങ്കമാലി അതിരൂപതയിൽ പെടുന്ന ഒരു വ്യക്തി, അതിൽ സജീവ പ്രവർത്തകനായിരുന്നു ചാർലി പോൾ. ചെറുപ്പകാലം മുതൽ തന്നെ സഭയിൽ പല സംഘടനകളിൽ, ആത്മീയ സംഘടനകളിലും പ്രവർത്തിച്ചു വന്നയാളാണ്. അങ്ങനെ വരുമ്പോൾ ജന്മനാട്ടിൽ നിന്ന് ചാർലി പോളിന് ഒരു 15,000-20,000 വോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതും ബഹുഭൂരിപക്ഷ വോട്ടും UDFന്റെ ആയിരിക്കും എന്നുള്ളതാണ് വിലയിരുത്തൽ. അപ്പോൾ പെരുമ്പാവൂര്, അങ്കമാലി, കുന്നത്തുനാട് മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന ക്രൈസ്തവ വോട്ടുകളിലെ വിള്ളൽ അത് ഗുണം ചെയ്യുക രവീന്ദ്രനാഥിനായിരിക്കും എന്നുള്ളതാണ് ഒരു നിരീക്ഷണം. ശരി, എന്തായാലും ചാലക്കുടി പ്രവചനാതീതമായി തന്നെ തുടരുന്നു എന്ന് വേണം പറയാൻ. മണ്ഡലത്തിന്റെ പൊതു സ്വഭാവവും സാഹചര്യങ്ങളും ഒക്കെ തങ്ങൾക്ക് അനുകൂലമെന്ന് UDF പറയുമ്പോൾ പോലും വിജയം അവകാശപ്പെടാനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും ചാലക്കുടിയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ട് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. അവിടെ 2020 വളരെ നിർണായകമാകും. അവർ പിടിക്കുന്ന വോട്ട് ആരുടെ ഭാഗത്തു നിന്നാണോ പിടിക്കുന്നത് അവർക്ക് ക്ഷീണവും മറ്റ് എതിർഭാഗത്തുള്ളവർക്ക് വലിയ രീതിയിൽ അനുകൂലമാകുന്ന സാഹചര്യവും സൃഷ്ടിക്കും എന്നത് തന്നെയാണ് പ്രധാനം. എന്തായാലും ചർച്ച ബിൽ ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത ഇടമാണ്. ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങളും ചർച്ച ചെയ്തതാണ്. എന്തായാലും പ്രവചനാതീതമായി തന്നെ ചാലക്കുടി തുടരുന്നു. 2020 സാന്നിധ്യമാണ് അതിനെല്ലാ സാഹചര്യവും ഈ വിധത്തിൽ ഒരുക്കിയിരിക്കുന്നത് എന്നത് തന്നെ പറയാം. വളരെ നന്ദി JB പോൾ ഞങ്ങൾക്കൊപ്പം ചേർന്നതിനും താങ്കളുടെ ഈ വിശകലനം പങ്കുവച്ചതിനും. നമ്മൾ അടുത്ത പോകുന്ന മണ്ഡലം മലപ്പുറമാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ വോട്ട് പെട്ടിയിൽ എന്ത്? ഇനി നമ്മൾ പരിശോധിക്കുന്ന രണ്ടാമത്തെ മണ്ഡലം മലപ്പുറമാണ്. മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായ മലപ്പുറം. മണ്ഡല പുനർനിർണയത്തിലൂടെയാണ് മഞ്ചേരി മലപ്പുറമായത്. മണ്ഡലം പേര് മാറ്റിയെങ്കിലും സ്വഭാവം മാറ്റിയില്ല. ഏത് കുത്തൊഴുക്കിലും ലീഗിനൊപ്പം നിൽക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലമായി മലപ്പുറം തുടരുന്നു. 2004 മഞ്ചേരി ആയിരിക്കെ TK ഹംസയിലൂടെ നേടിയ അട്ടിമറി വിജയമാണ് ഇടതുപക്ഷത്തിന്റെ ഏക ആശ്വാസം. അതിന്റെ ആവർത്തനം സ്വപ്നം കണ്ടാണ് ഇടതുപക്ഷം ഓരോ തെരഞ്ഞെടുപ്പിനും ഒരുങ്ങുന്നത്. കഴിഞ്ഞ തവണ സമദാനിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനായത് നേട്ടമായി കാണുന്നു ഇടതുപക്ഷം. അതേസമയം മണ്ഡലത്തിലെ വോട്ട് വിഹിതം ഉയർത്തുക എന്നതാണ് NDA സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാമിന്റെ ഉത്തരവാദിത്വം. മണ്ഡലത്തിന്റെ ചിത്രം പരിശോധിച്ചാൽ കൊണ്ടോട്ടി, പെരിന്തൽമണ്ണ, മങ്കട, മഞ്ചേരി, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് മലപ്പുറം മണ്ഡലം. 7 മണ്ഡലങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിനൊപ്പം. ഭൂരിപക്ഷം പരിശോധിച്ചാൽ പെരിന്തൽമണ്ണയും മങ്കടയും ഇളക്കം തട്ടുന്ന ലീഗ് കോട്ടകളായി വേണമെങ്കിൽ കാണാം. 2019 82,000 വോട്ടാണ് BJPയുടെ മികച്ച പ്രകടനം. അബ്ദുള്ളക്കുട്ടി മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ അത് 68,000 കുറഞ്ഞു. മലപ്പുറത്തിന്റെ വോട്ട് പെട്ടിയിൽ എന്താണ് എന്ന് പരിശോധിക്കാം. മാധ്യമപ്രവർത്തകൻ KP റഹ്മത്തുള്ള നമുക്കൊപ്പം ചേരും. അതിനു മുൻപ് CV അനുമോദ് ഉണ്ട്. അവിടെ നിന്നും അനുമോദ്,
മലപ്പുറത്തിൻ്റെയൊക്കെ അവലോകനത്തിലേക്ക് പോയാൽ വലിയ അട്ടിമറികൾ ഉണ്ടാകാൻ സാധ്യത വളരെ കുറഞ്ഞ മണ്ഡലമാണ്. ഏതാണ്ട് വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആളുകൾ എന്താണ് അവിടുത്തെ ഫലം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ തന്നെ കരുതുന്ന മണ്ഡലം. ഇക്കുറി എന്തെങ്കിലും മാറ്റം മണ്ഡലം പ്രതീക്ഷിക്കുന്നുണ്ടോ? രേണുക, നമുക്കറിയാം, രേണുക പറഞ്ഞതുപോലെ തന്നെ മലപ്പുറത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഏത് കുത്തൊഴുക്കിലും ലീഗിന്റെ കോട്ടയായിട്ട് തന്നെ വേണം കാണുവാൻ. ഇത്തവണയും വലിയ അട്ടിമറികൾക്കുള്ള സാധ്യത മലപ്പുറത്ത് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം എല്ലാ വിലയിരുത്തലുകളും കഴിയുമ്പോൾ ഈ വിവിധ പാർട്ടികളുടെ വിലയിരുത്തലൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിലൊന്നും തന്നെ ലീഗിനെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ ലീഗിനെ സംബന്ധിച്ച് 2019 നേടിയ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷത്തിന്റെ അത്ര എന്താണെങ്കിലും ഇത്തവണ ഉണ്ടാകില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഭൂരിപക്ഷത്തിലെ കുറവാണ് ലീഗിനെ സംബന്ധിച്ച് മലപ്പുറത്ത് ചർച്ചയാകുന്ന ഒരു കാര്യം. സമദാനിക്ക് 2021 ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം എന്താണെങ്കിലും ഇ.ടി. മുഹമ്മദ് ബഷീറിന് 2024 കിട്ടും എന്ന് തന്നെ വേണം കരുതാൻ. പക്ഷേ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച പ്രകടനം, അതായത് മഞ്ചേരി മണ്ഡലത്തിന് പകരം മലപ്പുറം രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും മികച്ച പ്രകടനം 2021 സാനു നടത്തിയതാണ് ഉപതെരഞ്ഞെടുപ്പിൽ. അതിന് ഒപ്പം നിൽക്കുന്ന ഒരു പ്രകടനം അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചൊരു പ്രകടനമാണ് ഇടതുപക്ഷം മലപ്പുറത്ത് വി വസീഫിലൂടെ ലക്ഷ്യമിടുന്നത്. മലപ്പുറത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് അനുകൂലമാകുമെന്ന് കരുതുന്ന ഘടകങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗിലെ തന്നെ യുവാക്കൾക്ക് ചില അതൃപ്തികളുണ്ട്. അത് ഒരുപക്ഷെ പോളിംഗിൽ പ്രതിഫലിക്കില്ല, ലീഗിന് അനുകൂലമായിട്ട് നിൽക്കില്ല എന്നൊരു കണക്കൂട്ടൽ. അതുപോലെ തന്നെ സമസ്തയുടെ ഭാഗത്തു നിന്നുള്ള വോട്ടുകൾ ലീഗിന് അനുകൂലമായി ലഭിക്കില്ല എന്ന കണക്കൂട്ടൽ. അത്തരത്തിൽ പിന്നെ യുവാവാണ് എന്നൊരു ആനുകൂല്യം, ഒരു ആഭിമുഖ്യം വസീഫിനോട് ഉണ്ടാകുമെന്നൊരു കണക്കൂട്ടൽ. അത്തരത്തിൽ വിവിധ കാര്യങ്ങളാണ് ലീഗിൽ നിന്നും അനുകൂലമായിട്ടുള്ള വോട്ടുകൾ ഇടതുപക്ഷത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2021 VP സാനു നടത്തിയ പ്രകടനത്തിന് സമാനമായിട്ടുള്ള ഒരു പ്രകടനം തന്നെ ഉണ്ടാകുമെന്നൊരു കണക്കൂട്ടൽ. ഒരുപക്ഷെ ഭൂരിപക്ഷം ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിന് താഴേക്ക് കുറയ്ക്കാനായാൽ തന്നെ അത് ജയിച്ചതിന് സമാനമായിട്ട് ഇടതുപക്ഷത്തിന് കണക്കാക്കാൻ കഴിയുന്ന മണ്ഡലമാണ് മലപ്പുറം. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ എല്ലാ കണക്കൂട്ടലും ഈ ഒരു തരത്തിലല്ല. 2 ലക്ഷത്തിന് മുകളിലാണ് അവർ കണക്കാക്കുന്ന ഒരു ഭൂരിപക്ഷം. കുഞ്ഞാലിക്കുട്ടി നേടിയ അത്ര ലഭിച്ചില്ലെങ്കിൽ പോലും 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും മുകളിലൊക്കെ ഏറ്റവും ചുരുങ്ങിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ളത്. കാരണം എല്ലാ കണക്കുകളും ഇ.ടി. മുഹമ്മദ് ബഷീറിനെ സംബന്ധിച്ച് അവിടെ എതിരായിട്ടുള്ള ഘടകങ്ങളൊന്നുമില്ല. മാത്രമല്ല ഈ സമസ്തയുടെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെയൊക്കെ അതൃപ്തി ഉണ്ടെങ്കിൽ തന്നെയും അതിനെ മറികടക്കാവുന്ന വോട്ടുകൾ SDP-യുടെയും ജമാഅത്തിയുടെയും ഒക്കെ പിന്തുണയോടെ സമാഹരിക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ആശങ്കയില്ലാതെയാണ് ലീഗിന്റെ ക്യാമ്പ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, പോളിംഗിന് ശേഷം ഇപ്പോൾ കണക്കൂട്ടലുകൾ നടത്തുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിൽ ഭൂരിപക്ഷത്തിലെ കുറവ് അത് എത്ര കുറയ്ക്കാനാകുമോ അതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് ഇടതുപക്ഷം കാണുകയും ചെയ്യുക. തീർച്ചയായും അനുമോദ്, ഇവിടെ സൂചിപ്പിച്ച പല ഘടകങ്ങളുണ്ട്. നമുക്കറിയാം ലീഗിന്റെ ഉറച്ച കോട്ടയാണ് അത്. എത്ര വലിയ ഒഴുക്കിലും അത് അങ്ങനെ തന്നെ തുടരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ 2004 ഒരനുഭവമാണ്, വലിയ അട്ടിമറിയാണ് അന്ന് സംഭവിച്ചത്. അതിൻ്റെ ഒരു ആവർത്തനം ആണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ രീതിയിലുള്ള ഒരു സാഹചര്യങ്ങളില്ല എന്ന് പറയുമ്പോൾ തന്നെ സമസ്തയ്ക്കും ലീഗിനും ഇടയിലുള്ളായിട്ടുള്ള ഭിന്നത വലിയ രീതിയിൽ പൊന്നാനിയും മലപ്പുറവും ചർച്ച ചെയ്തതാണ്. ലീഗിനെ തന്നെ ആശങ്കയിലാക്കുന്ന വിധത്തിലൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി സമസ്തയ്ക്ക് തന്നെ അവരുടെ നിലപാട് എന്താണ് എന്ന് അവസാന ഘട്ടത്തിൽ വിശദീകരിക്കേണ്ടിയൊക്കെ വന്നു. അതൊരു ആശങ്കയായി തന്നെ ആ മണ്ഡലത്തിൽ ഇപ്പോഴും ഇല്ലേ? മുൻപ് അല്ലെങ്കിൽ ഇതിനു മുൻപ് അല്ലെങ്കിൽ നേരത്തെ ഒക്കെ നമ്മൾ എങ്ങനെയാണോ മലപ്പുറത്തിന്റെ റിസൾട്ട് കണ്ടുകൊണ്ടിരുന്നത് എന്നതിനപ്പുറം ഇതുണ്ടാക്കിയിരിക്കുന്ന പ്രതിഫലനം എന്ത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ മലപ്പുറത്തിന്റെ റിസൾട്ട് കാത്തിരിക്കുമ്പോൾ ഇല്ലേ? രേണുക പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ സമസ്തയുടെയും മറ്റ് വിഭാഗങ്ങളുടെയും എതിർപ്പ് അത് ഏത് വിധത്തിലാണ് പോളിംഗിൽ ഉണ്ടാവുക എന്നത് അറിയാനുള്ളൊരു കാത്തിരിപ്പുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ലീഗിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നില്ല. പക്ഷേ ഇതൊരു ഇതിൻ്റെ ഒരു ശരിക്കുള്ള ദിശാസൂചികയാണ് ലീഗിനെ സംബന്ധിച്ച്. ഈ ഒരു സമസ്തയുടെ ഭാഗത്തു നിന്നും ഇത്രമാത്രം എതിർപ്പുണ്ട്, അവരുടെ വോട്ടുകൾ ഇന്ന മണ്ഡലങ്ങളിൽ കുറയുന്നുണ്ട്. ലീഗിനെ സംബന്ധിച്ച് വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഒരു സാഹചര്യം തലവേദന ഉണ്ടാക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിലും ചിലപ്പോൾ 30-40 വോട്ടിനൊക്കെ ആയിരിക്കും ഓരോ മെമ്പർമാരും ജയിച്ചു കയറുന്നത്. അതിനെ സ്വാധീനിക്കുവാൻ ഈ ഒരു അതൃപ്തിയും ഈ ഒരു സാഹചര്യവും ഒക്കെ വലിയ തോതിൽ തന്നെ ഉണ്ടാകും.
അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിലും അത് ഓരോ മണ്ഡലങ്ങളിലും സമസ്തയുടെയും മറ്റു വോട്ടുകൾ കുറയുകയാണ് ലീഗിനെ സംബന്ധിച്ച് തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ദിശാസൂചികയാണ്. ലീഗിനെ സംബന്ധിച്ച് പ്രശ്നം പരിഹരിക്കേണ്ടത് എവിടെയാണ്. ഇങ്ങനെ ഈ ഒരു എതിർപ്പ് നിലനിൽക്കുമ്പോൾ പോലും സമസ്തയുടെ വോട്ടുകൾ കിട്ടാതെ ഞങ്ങൾക്ക് ഇത്രമാത്രം വോട്ടുകൾ ഓരോ മണ്ഡലത്തിൽ ലഭിക്കുന്നുണ്ട്, ഇത് ഒറ്റയ്ക്ക് നിൽക്കാൻ പര്യാപ്തമാണ് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ലീഗിന്. പക്ഷേ അത് ഈ ഒരു വോട്ടിന്റെ കണക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്വാധീനം ചെലുത്തുന്നതാണ്. അതായത് തിരുത്തേണ്ടത് തിരുത്തുവാനും മാറ്റം വരുത്തേണ്ടതിൽ മാറ്റം വരുത്തുവാനും ഈ ഒരു തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ തീർച്ചയായും ലീഗിനെ സംബന്ധിച്ച് വോട്ടിലുണ്ടാകുന്ന ഏതൊരു മാറ്റവും വളരെ കൃത്യമായി അവലോകനം ചെയ്യപ്പെടും എന്നതാണ് മലപ്പുറത്തിന്റെ ഇത്തവണത്തെ റിസൾട്ടിന്റെ പ്രത്യേകത ഉളവാക്കുക. കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള പരിശോധനകൾക്ക് ഇടവെക്കും എന്നതാണ് അനുമോദ് സൂചിപ്പിക്കുന്നത്. ഞാൻ തിരിച്ചെത്താം അനുമോദ്. ഇപ്പോൾ KP റഹ്മത്തുള്ള നമുക്കൊപ്പം ചേരുകയാണ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ശ്രീ റഹ്മത്തുള്ള, മലപ്പുറത്ത് ഫലം ഏതെങ്കിലും തരത്തിൽ വലിയ അട്ടിമറിയിലേക്കൊന്നും പോകുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? മാറ്റത്തിന്റെ ചെറിയ കാറ്റെങ്കിലും മലപ്പുറത്തുണ്ടോ? ആ രീതിയിലുള്ള പ്രചാരണം നടത്താൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ചായിട്ടുണ്ടോ? ഈ പെരിന്തൽമണ്ണയും മങ്കടയും ഒക്കെ ചെറിയ രീതിയിൽ ഇളക്കം തട്ടുന്ന ലീഗ് കോട്ടകളായി കരുതുന്നു. അങ്ങനെ ലീഗ് കോട്ടകളിൽ എവിടെയെങ്കിലും വിള്ളൽ വീഴാനോ ഇളക്കം തട്ടാനോ ഒക്കെയുള്ള സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ വേളയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇടതുപക്ഷ മുന്നണി പറയുന്നത് NRC CAA വിഷയവും NIA ബില്ലിനെതിരെ പാർലമെന്റിൽ വോട്ട് ചെയ്തതുമൊക്കെ തങ്ങൾക്ക് അനുകൂലമായി വരുമെന്നാണ്. രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചപ്പോഴൊന്നും മുസ്ലിം ലീഗിന് മറുപടി പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. CAA വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കാൻ 3 തവണ മുഖ്യമന്ത്രി മലപ്പുറം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പങ്കെടുത്ത പൊതുയോഗങ്ങളിൽ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനു പുറമെ മലപ്പുറം പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടും ഈ വിഷയമാണ് അദ്ദേഹം പറഞ്ഞത്. 3 തവണ മലപ്പുറം മണ്ഡലത്തിലെത്തിയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഈ വിഷയത്തിലാണ് ഫോക്കസ് ചെയ്തത്. സമസ്തയുടെ വോട്ട് കുറയും, സമസ്ത അതുപോലെ മുജാഹിദ് സംഘടനാ നേതാക്കൾ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ CPM ഉയർത്തിയ പൊതുയോഗങ്ങളിൽ നേരിട്ട് വേദിപ്പിൽ പങ്കെടുത്തതൊക്കെ വോട്ടായി മാറുമെന്നാണ് CPM കരുതുന്നത്. മാത്രമല്ല, പുതിയ തലമുറയുടെ പ്രതിനിധിയാണ് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായ വസീഫ് എന്നതുകൊണ്ട് തന്നെ പുതിയ തലമുറ തങ്ങൾക്ക് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ CPM ഉറച്ച സീറ്റുകളായി കണക്കാക്കുന്ന 4 സീറ്റുകളിൽ മലപ്പുറം ഇല്ല എന്നതാണ് സത്യം. CPM വളരെ വസ്തുനിഷ്ഠമായി ബ്രാഞ്ച് കമ്മിറ്റികളിൽ നടത്തിയ കണക്കെടുപ്പിൽ തന്നെ 1.5 ലക്ഷത്തോളം വോട്ടിന് ET മുഹമ്മദ് ബഷീർ ജയിച്ചു കയറും എന്നാണ് പറയുന്നത്. എന്നാൽ മുസ്ലിം ലീഗ് ഈ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് 2 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനും ഇടയിൽ വോട്ടുകൾക്ക് മുസ്ലിം ലീഗ് ജയിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണയല്ല, അതിനു മുമ്പ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് വോട്ട് കുറക്കാൻ സാനുവിന് കഴിഞ്ഞിരുന്നു. അതുപോലെ ഇത്തവണയും വോട്ട് കുറക്കാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 50 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ റേഞ്ചിൽ എന്തോ പ്രശ്നമുണ്ട്, ചില വ്യക്തതക്കുറവുണ്ട് താങ്കൾ പറയുന്നതിന്. ആദ്യമൊക്കെ ക്ലിയർ ആയിരുന്നു. ഞാൻ ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം താങ്കളിലേക്ക് തിരിച്ചെത്താം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ വോട്ട് പെട്ടിയിൽ എന്ത്? മലപ്പുറം മണ്ഡലത്തിന്റെ സാഹചര്യങ്ങളുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. CP അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, മലപ്പുറത്തെ സംബന്ധിച്ച് നോക്കിയാൽ BJP അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടുവന്ന നിലയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഉപതെരഞ്ഞെടുപ്പിൽ AP അബ്ദുള്ളക്കുട്ടി മത്സരിക്കുമ്പോൾ അത് 68,000-ലേക്ക് താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യവുമുണ്ട്. NDA ക്യാമ്പിന്റെ പ്രതീക്ഷ ഇത്തവണ എന്താണ്? പ്രധാനമന്ത്രി ഉൾപ്പെടെ മലപ്പുറത്തെ പരാമർശിക്കുകയും ആ സ്ഥാനാർത്ഥിയെ ഉൾപ്പെടുത്തി പ്രചാരണ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തതാണ്. വോട്ട് വിഹിതം ഉയർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ മലപ്പുറത്തെ സംബന്ധിച്ച് NDA ക്യാമ്പിലുണ്ടോ?
BJP സംബന്ധിച്ച് NDA സംബന്ധിച്ച് വോട്ട് ചെയ്തതിൽ വർധനവ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പല പ്രശ്നങ്ങളും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ BJP നേരിട്ടിരുന്നു. കാരണം ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് ആയിട്ടുള്ളത് 2019 ഉണ്ടായിരുന്ന വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നേടിയ 80,000 വോട്ടുകളാണ്. അതിന് മുകളിലേക്കൊരു വോട്ട് വീതം BJPക്ക് ഇത്തവണ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ BJP ക്യാമ്പിന് തന്നെ ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. 1,00,000 മുകളിൽ എന്നൊക്കെ സ്ഥാനാർത്ഥിക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും അത്രയ്ക്കൊന്നും നേടാൻ കഴിയില്ല എന്ന് തന്നെയാണ് BJP ക്യാമ്പുകളുടെ വിലയിരുത്തൽ. കാരണം BJP സംബന്ധിച്ച് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് തന്നെ പല വിഷയങ്ങളിലും ഒരു മുൻപുണ്ടായിരുന്ന സ്ഥാനാർത്ഥികൾ അത്ര സ്വീകാര്യത ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ BJP പ്രവർത്തകർക്കിടയിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രഗത്ഭനാണ്, വിദ്യാഭ്യാസ വിചക്ഷണനാണ്, ആ മേഖലയിൽ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് ഒരു മുഴുവൻ സമയം രാഷ്ട്രീയക്കാരൻ അല്ല എന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിന് പ്രായോഗിക തലത്തിൽ BJP തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് നേരിട്ടിരുന്നു. അതൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു ഘടകമായിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമുക്കറിയാം, ഈ CAA വിഷയത്തിലും ഏറ്റവും അവസാനം രാജസ്ഥാനിൽ നരേന്ദ്രമോദി നടത്തിയ പ്രചാരണത്തിലെ ആ പ്രസംഗത്തിലുമൊക്കെ ഏറ്റവും വലിയ തിരിച്ചടി അല്ലെങ്കിൽ ഏറ്റവും വലിയ വിമർശനം ഉണ്ടായിരുന്നത് മലപ്പുറത്താണ്. ഈ രണ്ട് ഘടകങ്ങൾ കൂടി തെരഞ്ഞെടുപ്പിൽ BJPക്ക് മലപ്പുറത്ത് തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ പ്രതിഫലിക്കുമ്പോൾ ഒരുപക്ഷെ BJPയുടെ ഒരു പ്രതീക്ഷകൾ ഏറ്റവും മികച്ച പെർഫോമൻസ് തലത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞ 2021 വോട്ടുകൾ ഒരുപക്ഷെ നേടിയേക്കാം. പക്ഷേ 1,00,000 മുകളിലേക്ക് വോട്ട് എന്ന BJPയുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത പല കാരണങ്ങളാലും ഇല്ല എന്ന് തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. തീർച്ചയായും KP റഹ്മത്തുള്ള നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ KP റഹ്മത്തുള്ള, ഭൂരിപക്ഷം കുറയ്ക്കുക എന്നതാണ് വലിയ ഉത്തരവാദിത്തമായി സ്ഥാനാർത്ഥികൾ കാണുന്നത്. മാക്സിമം വോട്ട് പിടിക്കുക എന്നത് NDAയെ സംബന്ധിച്ച് അവർ ഉത്തരവാദിത്തമായി കാണുന്നു. ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായാൽ തന്നെയും സമസ്തയ്ക്കും ലീഗിനും ഇടയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല. നേതൃത്വം ഇടപെട്ടിട്ട് പോലും ആ പ്രശ്നം അതുപോലെ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ആ വിള്ളൽ എത്രമാത്രം എന്നത് അറിയാൻ കഴിയും. നമുക്കറിയാം, ആ വിള്ളൽ പരമാവധി മൂർച്ഛിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ പുറത്തുണ്ട്. പല വിഷയങ്ങളിലും ലീഗ് പ്രതിരോധത്തിലായി പോകുന്നുണ്ട് UDFനൊപ്പം നിൽക്കുമ്പോൾ എന്നത് നമുക്കറിയാം. ലീഗിനെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷം കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഏതെങ്കിലും തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മുന്നണിക്കൊപ്പം നിന്നു പോവുക ലീഗിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യം. അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. മലപ്പുറത്തിന്റെ ഫലം ആ കാര്യങ്ങളിലൊക്കെ എത്രമാത്രം നിർണായകമാകും എന്നതാണ് താങ്കൾ കരുതുന്നത്? ഈ ഭൂരിപക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഏതെങ്കിലും തരത്തിൽ ഈ സമസ്തയിലെ ഭിന്നതയൊക്കെ പ്രതിഫലിക്കുന്ന രീതിയിലുള്ളൊരു ഫലം ഉണ്ടായാൽ അത് മലബാറിന്റെ രാഷ്ട്രീയത്തെ എങ്ങനെ പിടിച്ചുലയ്ക്കും? മുസ്ലിം ലീഗിന് UDFൽ തുടരാനുള്ള അർഹത തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്കായും ഭൂരിപക്ഷം കുറഞ്ഞാലുണ്ടാവുക. ഏറ്റവും നല്ല സ്ഥാനാർത്ഥി, സമദാനിയേക്കാൾ നല്ല സ്ഥാനാർത്ഥി എന്ന നിലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ET മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്ത് മത്സരിക്കണമെന്നുണ്ടായി. കുഞ്ഞാലിക്കുട്ടി ആയതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയാതെ. 2019 സമദാനി നേടിയ 2,60,000 വോട്ട്. അതിന് ശരി, എന്തോ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ആ നിലയിലൊക്കെ വളരെ നിർണായകമാകും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. റഹ്മത്തുള്ള സൂചിപ്പിച്ചു വന്നത് ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും മുന്നണിക്കൊപ്പം നിൽക്കുന്ന കാര്യത്തിൽ ചോദ്യങ്ങൾ ഉയരും എന്ന ഒരു സാഹചര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുക എന്നതാണ് ഈട്ടിക്ക് മുൻപിലുള്ള വെല്ലുവിളി. തീർച്ചയായും മലപ്പുറത്തും പൊന്നാനിയിലും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കേണ്ടത് ലീഗിനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന്റെ കൂടി ആവശ്യമാണ്. കാരണം ഏറ്റവും അധികം ലീഗ് വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇത്. സമസ്തയുമായിട്ടുള്ള ഭിന്നത അതിൻ്റെ പരമകോടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ലീഗിൻ്റെ പോളിങ്ങിനെ, അവരുടെ അടിത്തറയെ ബാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് ലീഗിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യകതയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ചൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലീഗിന് സമസ്തയുടെ ആവശ്യങ്ങൾ അതിൻ്റെ മുകളിൽ ഒരു ആധിപത്യം നേടുവാൻ ലീഗിന് സാധിക്കും. അതായത് ലീഗിന് ആ വെല്ലുവിളി അതിജീവിക്കാൻ ഇതുകൊണ്ട് സാധിക്കും. അതല്ലെങ്കിൽ ലീഗ് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അത് അണികളുടെ കാര്യത്തിൽ, അണികളെ വിശ്വാസത്തിലെടുക്കുന്ന കാര്യത്തിൽ, അവരുടെ നയങ്ങളുടെ കാര്യത്തിൽ, പല കാര്യങ്ങളിലും അവർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും.
ഒരുപക്ഷെ അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിനു മുൻപ് തന്നെ ലീഗിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ തന്നെ മുന്നണി സംവിധാനത്തിൽ തന്നെ ഒരുപക്ഷെ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വഴിവെക്കുക. അത് മലപ്പുറത്തെ മുന്നണിയിൽ മാത്രമല്ല, കേരളത്തിലെ UDFന്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും അതുണ്ടാവുക. എന്തുതന്നെയാണെങ്കിലും ലീഗിനെ സംബന്ധിച്ച് മലപ്പുറത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ജയം എന്നതല്ല അവിടെ പ്രധാനമായിട്ടും ചർച്ചയാവുന്നത്. ഉദ്ദേശിച്ച വോട്ടുകൾ നേടാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ അത്ര ഒരു പോളിംഗ് മലപ്പുറത്ത് ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ വോട്ട് ചെയ്യാതിരുന്നത് ഇടതുപക്ഷത്തിൻ്റെ അണികളാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരാണ് എന്ന കണക്കൂട്ടൽ ലീഗിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ഭൂരിപക്ഷം, 2 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം ലീഗ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ എത്ര കുറഞ്ഞാലും 1.5 ലക്ഷത്തിന് താഴേക്ക് ആ ഭൂരിപക്ഷം കുറഞ്ഞാൽ ലീഗിനെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യമുണ്ട്. പല നിയമസഭാ മണ്ഡലം, പ്രത്യേകിച്ച് മങ്കടയാവട്ടെ, പെരിന്തൽമണ്ണയാവട്ടെ, ഇതൊക്കെ ലീഗിനെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ, സമസ്തയുമായിട്ടുള്ള വിഷയത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ പുനർവിചിന്തനം ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിലും ഭൂരിപക്ഷത്തെ കുറിച്ച് ആശങ്കയുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഭൂരിപക്ഷം കുറയുമ്പോൾ ആശങ്കപ്പെടുന്ന മറ്റൊരു മുന്നണിയും ഉണ്ടാകില്ല, മറ്റൊരു സാഹചര്യവും ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. മലപ്പുറത്ത് ഭൂരിപക്ഷം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞാൽ തന്നെ വലിയ നേട്ടമായിട്ടത് ഇടതുപക്ഷവും, ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായാൽ അത് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ മുസ്ലിം ലീഗും കരുതും. അതേസമയം നേടാൻ കഴിയുന്നതിൽ ഏറ്റവും മികച്ച വോട്ടുകൾ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ശരാശരി നേടുക എന്നുള്ളതാണ് NDA സംബന്ധിച്ച് മലപ്പുറത്ത് ഏക പ്രതീക്ഷ. അത്തരത്തിൽ തന്നെയാണ് മലപ്പുറത്തിൻ്റെ ഒരു കണക്കുകളൊക്കെ തന്നെ, ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളും ഉള്ളത്. എന്നാണെങ്കിലും ഈ ഒരു ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായി കഴിഞ്ഞാൽ ലീഗിനെ സംബന്ധിച്ച് തീർച്ചയായും എന്തായാലും മലപ്പുറത്ത് ലീഗ് കോട്ടയിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ വിജയം തിളക്കമുള്ളതാകണം. ഭൂരിപക്ഷത്തിൽ നേരിയ കുറവെങ്കിലും ഉണ്ടായാൽ അത് തോൽവിക്ക് സമാനമാകും എന്നതാണ് സാഹചര്യം. അത് ലീഗ് ക്യാമ്പുകളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ ജയിക്കണം എന്നതാണ് അവരെ സംബന്ധിച്ചുള്ള ആവശ്യവും ആഗ്രഹവും. പക്ഷേ അതിലെത്രമാത്രം വിള്ളൽ വീഴ്ത്താൻ വസീഫ് എന്ന സ്ഥാനാർത്ഥിക്ക് കഴിയുന്നു, ഇടതുപക്ഷത്തിന്റെ പ്രചരണത്തിന് കഴിയുന്നു എന്നതാണ് മലപ്പുറത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ശ്രദ്ധേയമാക്കുന്നത്. ജൂൺ 4-ന് വോട്ടെണ്ണൽ വരെയും ആ ആകാംക്ഷ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം NDAയെ സംബന്ധിച്ച് അവരുടെ വോട്ട് വിഹിതം ഉയർത്തണം എന്ന ശക്തമായ ആവശ്യമുണ്ട്. അതിന് തക്കതായ പ്രചരണം അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ആ നിലയിൽ ഉണ്ടാകുന്നോ എന്നത് അവരും ഉറ്റുനോക്കുന്നതാണ്. എന്തായാലും വിജയം ഉറപ്പിക്കുമ്പോൾ പോലും ഭൂരിപക്ഷം എത്ര എന്നുള്ള കാര്യമാണ് മലപ്പുറത്തെ സംബന്ധിച്ച് ചോദ്യചിഹ്നമായി തുടരുന്നത്. അത് മലബാറിന്റെ രാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിക്കാൻ തരത്തിൽ വളരെ നിർണായകമായിരിക്കും ഇക്കുറി മലപ്പുറത്തിന്റെ ഫലം എന്നുള്ളതാണ് നമുക്കൊപ്പം ചേർന്ന KP റഹ്മത്തുള്ള ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചത്. വളരെ നന്ദി ശ്രീ KP റഹ്മത്തുള്ള ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും മണ്ഡലത്തിന്റെ വിശകലനമാണ് CV അനുമോദ് നൽകിയത്. നമ്മൾ ഇന്ന് പരിശോധിച്ചത് ചാലക്കുടിയും മലപ്പുറവുമാണ്. മറ്റു മണ്ഡലങ്ങളുടെ വിശേഷവുമായി നാളെ കാണാം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ ഇന്നിവിടെ സമാപിക്കുന്നു. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi.